ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിന് 99 മഹത്തായ നാമങ്ങളുണ്ടത്രേ. ആ 99 നാമങ്ങളെ ആരൊരുവൻ മനഃപ്പാഠമാക്കുന്നുണ്ടോ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ സദസ്സിന്റെ തുടക്കത്തിൽ ആദ്യമായി അഴീക്കോട് ചട്ടിയിലുള്ള സഹോദരങ്ങളോട് പറയുന്നു, അടുത്ത വർഷം വരുമ്പോൾ ഒരാളും ഉണ്ടാവരുത് അള്ളാഹുവിന്റെ 99 നാമങ്ങൾ പഠിക്കാത്തവരായി. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ. എത്രയോ സിനിമാ നടന്മാരുടെ നടിമാരുടെ പേരുകൾ പഠിച്ചവരാണ് നമ്മൾ. അഴീക്കോട് ജട്ടിയിൽ എൻ്റെ പ്രഭാഷണം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരുടെ ചുണ്ടിൽ ഇനി ഉണ്ടാവേണ്ടത് റഹ്മാനായ റഹീമാകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ 99 നാമങ്ങളാണ്. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഖാലിഖ് യാ ബാരിഉ യാ മുസവ്വിർ യാ ഗഫാർ യാ ഖഹാർ യാ വഹാബ് യാ റസാഖ് യാ ഫത്താഹ് യാ അലീം യാ ഖാബിദ് യാ ബാസിത് യാ ഖാഫിദ് യാ റാഫിഉ യാ മുഇസ് യാ മുദിൽ യാ സമീഉ യാ ബസീർ യാ ഹകം യാ അദ്ൽ യാ ലതീഫ് യാ ഖബീർ യാ ഹലീം യാ അലീം യാ ഗഫൂർ യാ ശകൂർ യാ അലി യാ കബീർ യാ ഹഫീദ് യാ മുഖീത് യാ ഹസീബ് യാ ജലീൽ യാ കരീം യാ റഖീബ് യാ വാസിഉ യാ ഹകം യാ വദൂദ് യാ മജീദ് യാ ബാഇസ് യാ ഷഹീദ് യാ ഹഖ് യാ വഖീൽ യാ ഖവി യാ മതീൻ യാ വലി യാ ഹമീദ് യാ മുഹ്സി യാ മുബ്ദിഉ യാ മുഈദ് യാ മുഹീ യാ മുമീത് യാ ഹയ്യു യാ ഖയ്യൂം യാ വാജിദു യാ മാജിദു യാ വാഹിദു യാ അഹദു യാ സമദു യാ ഖാദിറു യാ മുഖ്തദിറു യാ മുഖദ്ദമു യാ മുഅഖറു യാ അവ്വലു യാ ലാഹിറു യാ ബാത്തിനു യാ വാലി യാ മുതആലി യാ ബർറു യാ തവ്വാബു യാ മുൻതഖിമു യാ അഫൂ യാ റഊഫ് യാ മാലികൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ മുഖ്സിത് യാ ജാമിഉ യാ ഗനിയു യാ മുഗ്നി യാ മാനിഉ യാ ളാറു യാ നാഫിഉ യാ നൂറു യാ ഹാദി യാ ബദീഉ യാ ബാഖി യാ വാരിസു യാ സബൂർ ജല്ല ജലാലഹു. റബ്ബിന്റെ നാമങ്ങൾ 99 നാമങ്ങൾ അങ്ങനെ ഓരോന്നോരോന്നായി വിളിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ഇജാബത്താണ്. ദുആന് ഉത്തരം കിട്ടും തീർച്ചയാണ്. ഇതാര് പറഞ്ഞു? പരിശുദ്ധ ഖുർആൻ തന്നെ ഓതിക്കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദഊഹു ബിഹാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ട് പ്രവാചകനെ പറയുകയാണ്, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ടത്രേ, മഹത്തായ നാമങ്ങളുണ്ടത്രേ. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദഊഹു ബിഹാ. മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ആ 99 നാമങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യണേ, പ്രാർത്ഥിക്കണേ. ഇജാബത്താണ്, ഇജാബത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. തീർച്ചയായും ഉത്തരം കിട്ടും, തീർച്ചയായും ഉത്തരം കിട്ടും. എന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകുന്നില്ലല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞ് നീ ഖേദിക്കണ്ട പെണ്ണെ. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന അങ്ങനെ ചൊല്ലി. വലിയ വലിയ ആലിമീങ്ങൾ, എൻ്റെ വല്യുപ്പ ശൈഖുന തഴവ ഉസ്താദ് അടക്കം സുബഹി നമസ്കരിച്ചിട്ട് 11 പ്രാവശ്യം അനക്കമടങ്ങി അങ്ങനെ ഇരുന്നിട്ട് ദിക്റും ഔറാദും ദുആയൊക്കെ കഴിഞ്ഞിട്ട് അസ്മാഉൽ ഹുസ്ന 11 പ്രാവശ്യം ഓതിയിട്ടായിരുന്നു അവിടുന്ന് ഒന്ന് വലത്തോട്ടൊന്ന് തിരിഞ്ഞിരുന്നത്. അത്രത്തോളം അവർ ശ്രദ്ധിച്ചിരുന്നു. സുബഹി നമസ്കരിച്ചിട്ട് കഴിഞ്ഞ വർഷം ഞാൻ സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിന്റെ ഔറാദുകളും കാര്യങ്ങളും പറഞ്ഞു. അൽഹംദുലില്ലാ, 10,000-കണക്കിന് ആളുകളാണ് ഇന്നത് അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇന്നിതാ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നു, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് 11 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിന്റെ 99 നാമങ്ങൾ അങ്ങനെ ഉരുവിടുക. എന്നിട്ട് ചോദിക്കുക, നിങ്ങളുടെ ചോദ്യം ഉറപ്പായിട്ടും അള്ളാഹു എന്ത് നിയ്യത്തുകളാണോ അതെല്ലാം തന്നെ ഹാസിലാക്കി തരും. ചോദ്യം തട്ടൂല. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനെന്ത് വേണം? ഈ 99 നാമങ്ങൾ മനഃപ്പാഠമാക്കണം. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, മനഃപ്പാഠമാക്കിയാൽ സ്വർഗ്ഗത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഇന്ന ലില്ലാഹി ഇസ്മുമിആ ഇല്ലാ വാഹിദാ. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട് സാബാ. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആരൊരുവൻ 99 നാമങ്ങളെ മനഃപ്പാഠമാക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ,
കേൾക്കുന്നുണ്ടോ അവന് സ്വർഗമാണ്, സ്വർഗമാണ്. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് പഠിക്കൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ലമ്മാ ഖലഖല്ലാഹുൽ ഖൽഖ കതബ ഫിൽ ലൗഹിൽ മഹ്ഫൂസ് ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹാബാ സഹാബാ ലമ്മാ ഖലഖല്ലാഹുൽ ഖൽഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിച്ചതിന് ശേഷം കതബ ഫിൽ ലൗഹിൽ മഹ്ഫൂസ്, ലൗഹുൽ മഹ്ഫൂസിൽ അവനെ രേഖപ്പെടുത്തിയത്രേ, എഴുതിയത്രേ. മലക്കുകൾ മുഖേന ഇതാ ലൗഹുൽ മഹ്ഫൂസിൽ എഴുതുകയാണ്. ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി, എന്റെ കാരുണ്യം എന്റെ കോപത്തേക്കാൾ മികക്കുന്നതാണ്, എന്റെ കോപത്തേക്കാൾ മുന്നിട്ട് നിൽക്കുന്നതാണ് എന്റെ കാരുണ്യമെന്ന് അല്ലാഹു ലൗഹുൽ മഹ്ഫൂസിൽ എഴുതിയെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹു ആരാണെന്നുള്ളത് ഇതോടുകൂടി നമ്മൾ പഠിച്ചു. അല്ലാഹു ആരാണ്? റഹ്മാനും റഹീമുമാണ്, കരുണാവാരിധിയും കരുണാമയനുമാണ്. ഇനി അവന്റെ ഹബീബ് ആരാണെന്ന് പഠിക്കാൻ ഇവിടുന്നാണ് നമ്മുടെ വിഷയം പോകുന്നത്. അവന്റെ ഹബീബ് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി. ആ മുഹമ്മദ് നബി ആരാണ്? എന്താണ് ആ നബിക്കുള്ള ശ്രേഷ്ഠത? എന്താ? ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. നബി എന്താണ് ഈ ലോകത്തിന് വിഭാവനം ചെയ്യുന്നത്? അല്ലാഹു തന്നെ പറയട്ടെ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയേ, നബിയേ, തങ്ങളെ ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് നാം നിയോഗിച്ചത് കാരുണ്യമായിട്ടാണ്, കാരുണ്യമായിട്ടാണ്. കാരുണ്യത്തിന്റെ തിരുദൂതരായിട്ടല്ലാതെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ അല്ലാഹു റഹ്മാനും റഹീമുമാണ്. അവന്റെ ഹബീബോ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ശ്രദ്ധിക്കണം, റഹ്മത്തുൽ ലിൽ ആലമീൻ. ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലോകർക്ക് മുഴുവനും കാരുണ്യം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു ആരാണ്? അല്ലാഹു ആരാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സർവലോക സംരക്ഷകനാണ്, സർവാധിപതിയാണ്, സർവലോക സൃഷ്ടിപ്പിന് സംഹാര കർത്താവാ. റബ്ബുൽ ആലമീനാണ്, റബ്ബുൽ ആലമീനാണ്. ഈ ലോകർക്ക് മുഴുവനും സംരക്ഷിക്കുന്നവനാണ്. ലോകത്തിലുള്ള സർവരുടെയും തമ്പുരാനാണ്, തമ്പുരാനാ. അവന്റെ ഹബീബോ റഹ്മത്തുൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും കാരുണ്യം വിഭാവനം ചെയ്യുന്ന നബിയാ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ആലമീൻ, ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീൻ. അല്ലാഹു ആരാണ്? റബ്ബുൽ ആലമീൻ, സർവ്വലോക പരിപാലകൻ. ആര്? അല്ലാഹു. അതേ പദം മുഹമ്മദ് നബി ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകരുടെ മുഴുവനും കാരുണ്യം. ലോകത്തേക്ക് മുഴുവനുമായിട്ടാണ് ആരെ നിയോഗിച്ചത്? മുഹമ്മദ് നബി അല്ലാഹു അയച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയുള്ള 1,23,999 അംബിയാ മുർസലുകളെ എടുത്തു പരിശോധിച്ചാലും അവരെ ആരെയും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നെറുകയിലേക്ക്, ലോകത്തേക്ക് മുഴുവനുമായിട്ടും അല്ലാഹു അയച്ചിട്ടില്ല. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഞാൻ കുറച്ച് മുഖദ്ദിമ പറയാണ് നബിയെ കുറിച്ച്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നബിയുടെ മദ്ഹുകൾ പറയാം. നബി ആരാണെന്നുള്ള ആദ്യം പഠിക്കണം. കുറച്ച് ബുദ്ധിപരമായി ചിന്ത ഉൾക്കൊള്ളുന്നവർക്കാണ് ഇത് പഠനം ഉൾക്കൊള്ളുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. അല്ലാഹു ആരാണെന്ന് പഠിച്ചു? റബ്ബുൽ ആലമീനാൻ, സർവ്വലോക പരിപാലകനാണ്. അവന്റെ ഹബീബ് ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീനാൻ, ലോകർക്ക് മുഴുവനും കാരുണ്യം വിഭാവനം ചെയ്യുന്ന വ്യക്തിത്വമാണ് ആര്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ലേ? അങ്ങനെയാണ്.
എന്നാൽ ഇനി നമ്മൾ പഠിക്കേണ്ട പാഠം ആ ഹബീബാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമായിട്ടാണ് ലോകത്തേക്ക് മുഴുവനും പ്രബോധനവുമായിട്ട് അയച്ചിട്ടുള്ളത്. അതിനു മുമ്പ് വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാർ, അതിൽ 312 മുർസലീങ്ങളടക്കം 1,23,999 അമ്പിയാ മുർസലുകളെയും അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് എവിടേക്കാണ്? കേവലം ഒരു ഗോത്രത്തിലേക്ക്, കേവലം ഒരു പട്ടണത്തിലേക്ക്, കേവലം ഒരു ഗ്രാമത്തിലേക്ക് മാത്രമാണ്. ഒരു വൻകരയിലേക്ക് പോലും ഒരു പ്രവാചകൻ അള്ളാഹു നിയോഗിച്ചിട്ടില്ല. ഖുർആൻ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഖുർആൻ നമ്മൾ പഠിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു ഖുർആനിക വായനയാണ് ഇന്നത്തെ ദിവസം, ഖുർആനിക ഒരു ചിന്തയാണ് ഇന്നത്തെ ദിവസം പോകുന്നത്. ശ്രദ്ധിക്കും. മുഹമ്മദ് നബി ആരാണ്? ശ്രദ്ധിച്ചോണം. ഓരോരോ പ്രവാചകന്മാരെ ഞാൻ എണ്ണി 1-2 ആളുകൾ പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ ആദിൻ അഖാഹും ഹൂദാ വഇലാ സമൂദ അഖാഹും സാലിഹാ وإلى مدين أخاهم شعيبا. പരിശുദ്ധ ഖുർആൻ ഓരോരോ പ്രവാചകന്മാരെ പറയാം. 3 പ്രവാചകരാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിക്കും. ഹൂദ് നബി അലൈഹിസ്സലാം. ഉറക്കെ പറയും. ഒരു പ്രവാചകർക്കിടയിൽ നമുക്കെന്തില്ല? വിവേചനം പാടില്ല. മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മറ്റുള്ള പ്രവാചകരെ കേൾക്കുമ്പോൾ മിണ്ടായിരിക്കുക. അത് നമ്മുടെ സമുദായത്തിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. കാരണം അത് നമ്മൾ നേരത്തെ തന്നെ അതിനൊരു കരാറിട്ടിട്ടുണ്ട്. ആമന റസൂലു അറിയില്ലേ? ആമന റസൂൽ അറിയില്ലേ? അതിനർത്ഥം പഠിക്കാത്തതുകൊണ്ടാണ് നമ്മളത് ഉറക്കെ പറയാത്തത്. എന്താണ് ആമന റസൂൽ? آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله. ശുദ്ധ ഖുർആൻ. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവിന്റെ പരിപാടിയില്ല. ശുദ്ധ ഖുർആൻ. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ആമന റസൂലി ഓതിയിട്ട് കാര്യമില്ല. അതിന്റെ അർത്ഥം പഠിക്കണം. അതുകൊണ്ട് എന്ത് പറഞ്ഞില്ല? പിന്നെന്താ ഉസ്താദെ നമ്മൾ മുഹമ്മദ് നബി ഇത്ര വർണ്ണിക്കുന്നത്? അത് സൂറത്തിൽ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. തിൽക റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ്. ചില പ്രവാചകന്മാരെ മറ്റു പ്രവാചകന്മാരെക്കാൾ അള്ളാഹു ദറജ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ പൊക്കി പറയും. അത് പറയാൻ നമ്മളോട് പറഞ്ഞ വസ്തുതയാണ്. പക്ഷെ പ്രവാചകന്മാരുടെ പേര് ഉണ്ടായിരിക്കാൻ പാടുണ്ടോ? അത് പാടില്ല. ഉറക്കെ നമ്മൾ ചെല്ലണം. ഹൂദ് അലൈഹിസ്സലാം. ഹൂദ് നബി അലൈഹിസ്സലാം വലിയ പ്രവാചകനാണ്, വലിയ പ്രവാചകനാണ്. അദ്ദേഹത്തെ എവിടേക്ക് മാത്രമാണ് അള്ളാഹു അയച്ചത്? എവിടേക്ക് മാത്രമാണ്? വഇലാ ആദിൻ അഖാഹും ഹൂദാ. ഹൂദ് നബി അലൈഹിസ്സലാമിനെ നാം നിയോഗിച്ചത് ആദ് ഗോത്രത്തിലേക്ക് മാത്രമാണ്. ആദ് ഒരു ഗോത്രത്തിന്റെ പേരാണ്. ആ ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് ആരയച്ചത്? ഹൂദ് നബി അലൈഹി സ്വലാമിനെ അയച്ചത്. ശ്രദ്ധിക്കണം. നിങ്ങളെ ഈ സദസ്സിൽ നിന്ന് പഠിപ്പിച്ചങ്ങ് വിടുകയാണ്. നബി ആരാണെന്ന്, മുഹമ്മദ് നബി ആരാണെന്ന് പഠിപ്പിച്ചു വിടുകയാണ്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എവിടേക്ക് മാത്രം അയച്ചത്? ആദ് എന്ന് പറയുന്ന ഒരു ഗോത്രം, ഒരു ഗോത്രത്തിന്റെ പേരാണ് ആദ്. ആ ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് പ്രബോധനത്തിന് വേണ്ടി ആരയച്ചത്? ഹൂദ് നബി അലൈഹി സ്വലാമിനെ അയച്ചത്. ഇതാര് പറഞ്ഞു ഉസ്താദെ? ഖുർആനിലുണ്ട്. ഖുർആൻ ഓതിയാൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാണ് ഹൂദ് നബി അലൈഹി സ്വലാം? ഹൂദ് നബി അലൈഹി സ്വലാം ആള് നിസ്സാരക്കാരനല്ല. പരിശുദ്ധമായ ഖുർആനിലെ 114 സൂക്തങ്ങളിലെ ഒരു സൂറത്തിന്റെ പേര് സൂറത്ത് ഹൂദ് എന്നാണ്. എന്താണ് അതിന്റെ പേര്? സൂറത്ത് ഹൂദ്. 1,24,000 പ്രവാചകന്മാർ, അതിൽ 313 മുർസലീങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ 25 പേരുടെ പേര് വിശുദ്ധമായ ഖുർആനിൽ തന്നെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അതിലൊരു പ്രവാചകന്റെ പേരുമാണെന്ത്? ഹൂദ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പേരിൽ 114 സൂക്തങ്ങളിൽ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചതാകുന്ന വിശുദ്ധമായ ഖുർആനിലെ 114 സൂക്തങ്ങളിലെ ഒരു സൂറത്തിന്റെ പേര് കൊണ്ട് അള്ളാഹു കൊടുത്തത് അദ്ദേഹത്തിന്റെ പേരാണ് സൂറത്ത് ഹൂദ്. മറ്റു ചില പ്രവാചകർക്ക് കൊടുത്തിട്ടുണ്ട്. സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് യൂസുഫ്, മഹിളകൾക്കും കൊടുത്തിട്ടുണ്ട് സൂറത്ത് മറിയം.
ഇതൊക്കെ നമ്മൾ ഓതണം, നമ്മൾ പഠിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള സൂറത്ത് യൂസുഫ് പഠിക്കുമ്പോഴേ ഒരു കുടുംബത്തെ കുറിച്ചുള്ള പശ്ചാത്തലം മനസ്സിലാവും. നിന്റെ സഹോദരങ്ങൾ വഞ്ചിച്ചേക്കാം, അവർ നിന്നോട് അസൂയ വെച്ചേക്കാം, പകയും വിദ്വേഷവും ഉണ്ടായേക്കാം. ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം, ഒരു കുടുംബം എങ്ങനെയാകും എന്നതിലേക്കൊക്കെയുള്ള ഒരു സൂചികയാണ് സൂറത്ത് യൂസുഫ് നമ്മളോട് വിളിച്ചോതുന്നത്. അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഏതായിരുന്നാലും ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അവതരിച്ചു. ആരുടെ പേരിൽ? ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ. പക്ഷേ അദ്ദേഹത്തെ അള്ളാഹു നിയോഗിച്ചത് എവിടേക്ക് മാത്രം? ആദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ്. ഒരു പട്ടണത്തിലേക്കോ ഒരു സമൂഹത്തിലേക്കോ മാത്രമല്ല, അല്ലെങ്കിൽ ലോകത്തിലെ ഒരു വലിയ വൻകരയിലേക്ക് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചത്. ലോകം മുഴുവനും ഒട്ടാകെ ആയിട്ടാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. നബിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയം ആദ്യമായിട്ട് ഇതാണ്. നബി സാധാരണക്കാരനല്ല എന്നതിലേക്കുള്ള ഒരു സൂചികയാണിത്. ആ പ്രവാചകന് മുമ്പോ ശേഷം പ്രവാചകരില്ല. മുമ്പുള്ള ഒരാളെപ്പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലേക്ക് മുഴുവനായിട്ട് പോയിട്ട് ഒരു വൻകരയിലേക്ക് പോലും അല്ലാഹു അയച്ചിട്ടില്ല. അടുത്ത പ്രവാചകൻ 1-2 പേരെ പറയുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട്. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ഖുർആനിൽ തപ്പിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വഇലാ സമൂദ അഖാഹും സാലിഹാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, സമൂദ് ഗോത്രത്തിലേക്ക് മാത്രമാ സാലിഹ് നബിയെ നാം നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചത് എവിടേക്ക് മാത്രം? സമൂദ് എന്ന് പറയുന്ന ഗോത്രത്തിലേക്ക് മാത്രം. ഗോത്രമാണ്, ഒരു ഗോത്രത്തിന്റെ പേരാണ്. ആ ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് പോയി പ്രബോധനം നടത്തുമെന്ന് പറഞ്ഞ് ആരയച്ചത്? ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ അയച്ചത്. സാലിഹ് നബി ആരാ? അല്ലാഹ്. സാലിഹ് നബി വലിയൊരു സംഭവമല്ലേ? അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കുറിച്ചല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നഖത്തല്ലാഹ്, അല്ലാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം. ലോകത്തൊരുപാട് ഒട്ടകങ്ങളുണ്ട്. അള്ളാന്റെ റസൂലിനും ഉണ്ടായിരുന്നു ഒട്ടകം, ഇന്നുമുണ്ട് ഒട്ടകം. നബിതങ്ങളുടെ ഒട്ടകത്തിന്റെ പേര് ഒളബ എന്ന ഒട്ടകമായിരുന്നു. എന്താണ് നബിയുടെ ഒട്ടകത്തിന്റെ പേര്? ഒളബ. നബിയുടെ ഒരു ഒട്ടകത്തിന്റെ പേരാണ്. നമുക്കുണ്ടാവുമല്ലോ വണ്ടി, അല്ലെ? വാഹനം ഉണ്ടാവും. പേരെന്തായിരിക്കും? BMW, അല്ലെ? മെഴ്സിഡസ് ബെൻസ്, അല്ലെങ്കിൽ ഇന്നോവ. ഇങ്ങനെ ഓരോ വണ്ടികളുണ്ടാവും. അല്ലെങ്കിൽ ആൾട്ടോ ഉണ്ടാവും, 800 ഉണ്ടാവും, സൈക്കിൾ ഉണ്ടാവും. ഇങ്ങനെ ഓരോരോ പേര്. അള്ളാന്റെ റസൂലിന്റെ ഒരു ഒട്ടകത്തിന്റെ പേര്, നബി നിങ്ങളുടെ വാഹനത്തിന്റെ പേരെന്താണ്? ഒളബ എന്നായിരുന്നു. ബുറാഖല്ല, അതിനെക്കുറിച്ചല്ല. നബി ഭൂമിയിൽ ഓടിച്ചു നടന്ന വാഹനത്തെ കുറിച്ചായി പറഞ്ഞു. ഒളബ ഒരൊട്ടകത്തിന്റെ പേര്. അപ്പൊ അന്നും ഇന്നും എന്നും ഒട്ടകമുണ്ട്. പക്ഷേ പരിശുദ്ധമായ ഖുർആനിൽ നാഖത്തല്ലാ എന്ന് പറഞ്ഞത് ആരുടെ ഒട്ടകത്തെ കുറിച്ച് മാത്രമേ ഉള്ളൂ? ആരുടെ ഒട്ടകമാണ്? സാലിഹ് നബിയുടെ ഒട്ടകമാണ്. നാഖത്തല്ലാഹി വസുഖിയാഹാ فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഒട്ടകത്തെ സൂക്ഷിക്കണേ. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുകയാണ്, നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, നീ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ ഇതാ വിശ്വസിക്കണമെങ്കിൽ, സാലിഹേ ആ കാണുന്നതായ പർവ്വതത്തിനിടയിൽ നിന്ന് നീ ഒട്ടകത്തെ പുറപ്പെടുവിക്കണേ. ആ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് കുടിക്കാനും കഴിയണേ എന്ന് പറഞ്ഞപ്പോ സാലിഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹു അപാരമായ മുഅ്ജിസത്ത് കൊടുക്കുകയാണ്, അമാനുഷികമാകുന്ന ശക്തി കൊടുക്കുകയാ. തന്റെ ചൂണ്ടുവിരലിന് ഉയർത്തിയപ്പോ അതാ പാറക്കെട്ടിനിടയിൽ നിന്ന് ഒരു സുന്ദരിയാകുന്ന ഒട്ടകത്തെ അല്ലാഹു പുറപ്പെടുവിക്കുകയാണ്. വിരൽ ചൂണ്ടിയിട്ട് ഒട്ടകത്തെ പുറപ്പെടുവിച്ചു. എവിടെ നിന്ന്? പാറക്കെട്ടിനിടയിൽ നിന്ന്. ആര്? സാലിഹ് നബി അലൈഹിസ്സലാം.
ഇങ്ങനെയൊക്കെ ചരിത്രമുണ്ടോ ഉസ്താദേ? ഉണ്ട്, ഖുർആനിലുണ്ട്. സൂറത്തു ശംസ്. നമ്മൾ ഖുർആൻ പഠിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ പറഞ്ഞ കഥകൾ എന്ന് പറഞ്ഞൊരു വിഷയം തന്നെ പറയുകയാണെങ്കിൽ 10 ദിവസം കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ് വേണം. കാരണം അത്രത്തോളം ചരിത്രങ്ങളുണ്ട് ഖുർആനിൽ. നമ്മൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊക്കെ പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ സിനിമാ നടന്മാരുടെ, നടിമാരുടെ, അവരുടെ ചരിത്രം, ഇവരുടെ ചരിത്രം, ഇതൊന്നും ഒരു കാര്യമില്ല. ഇതിലൊന്നും ഒരു ഫായിദയില്ല. നമുക്ക് ജീവിതത്തിന് രക്ഷപ്പെടുന്നത് ഖുർആൻ പറഞ്ഞ കുറേ ചരിതങ്ങൾ പഠിക്കുമ്പോഴാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിലൊരു ചരിത്രമാണ് സ്വാലിഹീങ്ങളുടെ ഒട്ടകം. ഈ ഒട്ടകത്തെ അള്ളാഹു കൊടുത്തിട്ട് അള്ളാഹു പറയാൻ, അള്ളാഹുവിന്റെ ഒട്ടകമാണ് ഈ ഒട്ടകം. അള്ളാഹു നൽകിയതാ. ഈ ഒട്ടകത്തെ സൂക്ഷിക്കണേ, അതിന്റെ കുടിനീരും ശ്രദ്ധിക്കണേ. ഈ ഒട്ടകത്തെ നിങ്ങൾ കൊന്നു കളയരുത് എന്ന് പറഞ്ഞപ്പോ അവരിൽ അതാ ഒരാൾ കടന്നു വരുകയാണ്. ഒട്ടകത്തെ നിഷ്ഠൂരമായി അറുത്ത് കളയുകയാണ്. അതിനെ നിഷ്ഠൂരമായി കൊന്നുകളയുകയാണ്. ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു പോയി, യാ റസൂലല്ലാഹ്, ജനങ്ങൾ വെച്ച് ഏറ്റവും പരാജിതനാരാണ്? ഏറ്റവും വലിയ ഗുണ്ടയാരാണ്? ഏറ്റവും വലിയ ഗുണ്ടയുടെ പേര് ഈ സദസ്സിലൂടെ പഠിക്കാൻ. ഏറ്റവും വലിയൊരു ഗുണ്ട പേര് പഠിക്കണ്ടേ സനൂപേ? ഏറ്റവും വലിയൊരു ഗുണ്ടയുടെ പേര് എന്താണ്? അള്ളാഹിന്റെ റസൂല് പറയാണ്. ഉടനെ നബിയോട് ചോദിച്ചു, മൻ അഷ്ഖൽ ഖൗമി യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ ഏറ്റവും വലിയ പരാജിതൻ, ഏറ്റവും വലിയ ഗുണ്ടയാരാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖുദാർ ഇബ്നു സാരിഫ്, ഖുദാറാൻ അല്ലദീ ഹഖറ നാഖത്തല്ലാഹ്. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന് അല്ലാഹു കൊടുത്തതായ ഒട്ടകത്തെ കൊന്നുകളഞ്ഞതായ ഖുദാറാണ് ഏറ്റവും വലിയ ഗുണ്ടയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞ പിന്നെ അപ്പീലില്ല. നബി പേര് വെച്ച പിന്നെ പേര് വെച്ചതാണ്. അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സഹാബി വര്യൻ എപ്പോഴും പൂച്ചയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഒരു കുഞ്ഞു പൂച്ചയെ തോളത്തിട്ടുകൊണ്ട് എപ്പോഴും നടക്കും. എവിടെ വന്നാലും അദ്ദേഹത്തിന്റെ കൈകളിൽ ആ പൂച്ചയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ വിളിച്ചു അബൂ ഹുറൈറ, യാ അബാ ഹുറൈറ എന്ന് വിളിച്ചു. ഹിറത്ത് എന്ന് പറഞ്ഞാൽ പൂച്ച, ഹുറൈറ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പൂച്ച. യാ അബാ ഹുറൈറ, അല്ലയോ കുഞ്ഞു പൂച്ചയുടെ പിതാവേ. പിന്നെ അദ്ദേഹത്തിന് ആ പേരിൽ അറിയപ്പെട്ടു. അബ്ദുള്ള എന്ന പേര് തന്നെ ഇല്ലാതായി. ഹദീസുകൾ കാണാം, ലക്ഷക്കണക്കിന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത വ്യക്തിയാണ് അബൂ ഹുറൈറ. നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നബിതങ്ങൾ അങ്ങനെ നടന്നു, നബിതങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ പറയുന്ന മഹാനുഭാവനാണ് ആര്? അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒരു ഹദീസ് പോലും അൻ അബ്ദുല്ലാഹി എന്ന് നിവേദനം ചെയ്തിട്ടില്ല. എല്ലാം വന്നിട്ടുള്ളത് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, കുഞ്ഞുപൂച്ചയുടെ പിതാവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, കുഞ്ഞുപൂച്ചയുടെ പിതാവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ആരാണ് ഈ കുഞ്ഞുപൂച്ചയുടെ പിതാവ്? അബ്ദുള്ള എന്ന സ്വഹാബിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് പേര് വീണത്? കുഞ്ഞുപൂച്ചയെ തോളിലെടുത്തു വെച്ചുകൊണ്ട് എപ്പോഴും നടന്നപ്പോൾ അള്ളാന്റെ റസൂൽ ഓമനിച്ച് വിളിച്ചു അദ്ദേഹത്തെ യാ അബാ ഹുറൈറ, കുഞ്ഞുപൂച്ചയുടെ പിതാവ് എന്ന്. ചരിത്രത്തിൽ ഇന്ന് വരെ ആ പേര് മാറ്റിയിട്ടില്ല. നബി പേര് വിളിച്ചാൽ പിന്നെ അങ്ങനെയാണ്. ഏറ്റവും വലിയ ഗുണ്ട ആരാണ്? ഖുദാർ. പഠിച്ചു വെച്ചോ. പേരൊക്കെ ചിലപ്പോൾ പെണ്ണുങ്ങൾ എഴുതി വെക്കും. കാരണം എന്താ? മക്കൾക്ക് ഇടാൻ വേണ്ടി. എന്നെ പെണ്ണുങ്ങളെ ഇതിട്ടേക്കല്ലേ, നീ ഇടാ പേര് കുറിച്ച് വെച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കുറിച്ച് വെക്കുക. കാരണം വല്ല കിസ്സൊക്കെ ചോദിച്ചാൽ എഴുതാൻ വേണ്ടി. അല്ലാതെ ഇത് മക്കളുടെ പേരായിട്ട് നല്ല പേരല്ലോ, ഇതുവരെ ആർക്കും ഇല്ലാത്ത പേര് ഇന്ന് തന്നെ ഇട്ടേക്ക്, എൻ്റെ മോന് ഖുദാറെന്ന് ഇടണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹികളാകുന്ന മക്കളെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹീങ്ങളും ആബിദീങ്ങളും ഹാഫിദീങ്ങളുമായി അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നാഖത്തല്ലാ എന്ന് അല്ലാഹുവിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞതാകുന്ന അല്ലാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞത് സാലിഹ് നബിയുടെ ഒട്ടകം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് എവിടേക്ക് മാത്രമാണ്? സമൂദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രമാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. എവിടേക്കല്ല? ഒരു സമൂഹത്തിലേക്കല്ല, പിന്നെ ഒരു വൻകരയിലേക്കല്ല, ഇവിടെങ്ങും ഒരു പട്ടണത്തിലേക്കല്ല, ഒരു പ്രവിശ്യയിലേക്കല്ല. എവിടേക്ക് മാത്രം? ഒരു ഗോത്രം, ആ ഗോത്രം മാത്രം പോയി പ്രബോധനം നടത്തിയാൽ മതി. വേറൊരു പരിപാടിയില്ല.
ചിന്തിച്ചു നോക്ക്. മുഹമ്മദ് നബിയോ ലോകർക്ക് മുഴുവനും അയക്കപ്പെട്ട വ്യക്തിയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബ് റസൂലുള്ളാഹി. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ മദിയന അഖാഹും ശുഐബാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, യമനിലെ ഇറമെന്ന് പറയുന്ന ദേശത്തിനടുത്തുള്ളതായ മദിയൻ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് മാത്രമാണ് ശുഐബ് നബിയെ നാം നിയോഗിച്ചത്. ശുഐബ് അലൈഹിസ്സലാം, ഉറക്കെ പറയൻ, ശുഐബ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തെ എവിടേക്ക് മാത്രം അയച്ചത്? യമനിലെ ഇറം എന്ന് പറയുന്ന ദേശത്തിനടുത്തുള്ള മദിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാത്രമായിട്ടാണ് ബഹുമാനപ്പെട്ട ശുഐബ് നബി അയച്ചത്. ഇതാര് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുക, വളരെ ശ്രദ്ധിക്കണം. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമോട് നിസാരപ്പെട്ട പ്രവാചകനല്ല. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വടിയാണ് ബഹുമാനപ്പെട്ട മരുമകനായ മൂസാ നബിയുടെ കയ്യിലേക്ക് അദ്ദേഹം കൊടുത്തത്. ആ വടിയാണ് ചെങ്കടലിലടിച്ചപ്പോ രണ്ട് ഭാഗത്തേക്കായി ചെങ്കടൽ മാറി നിന്നത്. അതിലൂടെയാണ് മൂസാ നബിയും പരിവാരങ്ങളും രക്ഷപ്പെട്ടത്. ആ ചെങ്കടലാണ് ഫിർഔനെയും കൂട്ടാളികളെയും അള്ളാഹു മുക്കി കൊന്നുകളഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം. ഏത് വടി ആര് കൊടുത്തതാണ്? ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തതാണ്. അമ്മായി അപ്പൻ കൊടുത്ത വടിയാണ്. തൻ്റെ ഭാര്യയുടെ ഉപ്പയാണ്, മൂസാ നബിയുടെ ഭാര്യയുടെ ഉപ്പയുടെ പേരാണെന്ത്? ശുഐബ് നബി അലൈഹി സ്വലാം. ഇതൊക്കെ പ്രവാചകന്മാരുടെയാണ്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകളുടെ പേരെന്താ? സഫൂറ ബീവി. മൂസാ നബിയുടെ ഭാര്യയുടെ പേരെന്താണ്? സഫൂറ ബീവി. നല്ല പേരാണ്. സഫൂറ ബീവിയുടെ ഉപ്പയാണ് ആര്? ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ശുഐബ് നബിയുടെ കയ്യിലിരുന്ന വടിയാണ്. അല്ല, ചില താരീഖുകളിൽ കാണാം അത് ആദം നബി അലൈഹി സ്വലാം മുതൽ കൈമാറ്റം ചെയ്യപ്പെട്ട വടിയാണ്. ഒരു സാധാരണ വടിയല്ല, ഒരു അമാനുഷികതയുണ്ട് ആ വടിക്ക്. ആ വടിയാണ് നിലത്തേക്കിടുമ്പോൾ പാമ്പായി സർപ്പമായി മാറുന്നത്. ആ പാമ്പിന്റെ വാലിൽ പിടിക്കുമ്പോഴാണ് വീണ്ടും പഴയതുപോലെ വടിയായി പരിണമിക്കുന്നത്. ഭയങ്കര വടിയാണത്. മൂസാ നബിയുടെ വടി കേട്ടിട്ടില്ലേ? ഉണ്ട്. വലിയ വ്യക്തിയാണ്. ശുഐബ് നബി അലൈഹിസ്സലാം. ആ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും അള്ളാഹു എവിടേക്ക് മാത്രം അയച്ചത്? കേവലം മദിയൻ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് മാത്രം. വഇലാ മദിയന അഖാഹും ശുഐബാ. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചത് മദിയൻ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് മാത്രമാണ്. വളരെ ശ്രദ്ധിക്കണം. മദിയൻ എന്ന് പറയുന്ന സ്ഥലം ഇന്നുമുണ്ട്. ഇന്ന് അവിടേക്ക് ആര് പ്രവാചകനല്ല? ശുഐബ് നബി അലൈഹി സ്വലാം പ്രവാചകനല്ല. ശ്രദ്ധിക്കണേ. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്നെ എപ്പോൾ മാത്രമാണ് പ്രബോധനത്തിന് വേണ്ടി അയച്ചത്? ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ പ്രവാചകനാക്കിയതാകുന്ന സമയം മുതൽ അദ്ദേഹത്തിന്റെ അക്കാലഘട്ടത്തിലുള്ളതാകുന്ന യമനിലെ ഇറമെന്ന് പറയുന്ന ദേശത്തിനടുത്തുള്ള മദിയൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ അന്ന് ജീവിച്ചിരുന്നതാകുന്ന ജനങ്ങളിലേക്ക് മാത്രമാണ് ശുഐബ് നബി നിയോഗിതനായിട്ടുള്ളത്. അതിനുശേഷം ഇല്ല. മനസ്സിലാക്കണം. അതിനുശേഷം ഇന്നും എന്തുണ്ട്? മദിയൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പക്ഷെ ഇന്ന് അവിടെ കാര്യമില്ല. ശുഐബ് നബി പ്രബോധകനല്ല. വളരെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇന്ന് അവിടേക്കും പ്രബോധകനാണ് ആര്? മുഹമ്മദ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പഠിക്കേണ്ട വിഷയം. ആ സമൂഹത്തിലേക്ക്, അക്കാലഘട്ടത്തിലെ ജനതയിലേക്ക് മാത്രമായിട്ടാണ് ശുഐബ് നബി അയച്ചത്. ഇനി മരുമകൻ എവിടെയാണ്? ശുഐബ് നബിയുടെ മരുമകൻ എവിടേക്ക് അയച്ചത്? ബനു ഇസ്രായേൽ സമൂഹത്തിലെ അക്കാലഘട്ടത്തിലെ ജനതയിലേക്കും റംസീസ് രണ്ടാമൻ എന്ന് പറയപ്പെടുന്ന ഫിർഔനിലേക്കും മാത്രമായിട്ടാണ്. വളരെ ശ്രദ്ധിക്കണം. ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى. പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയതാകുന്ന ഫിർഔൻ അതാരാണ്? റംസീസ് രണ്ടാമൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ചരിത്രത്തിൽ.
വളരെ ശ്രദ്ധിക്കണേ. പല ആളുകളും ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, എല്ലാ ഫിർഔനും ലഅനത്തുല്ലാഹി അലൈഹി അല്ല, അഥവാ ശപിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളല്ല. മനസ്സിലാക്കണം, ശപിക്കപ്പെടേണ്ട ആളുകളല്ല. എന്തേ കാരണം? ബനു ഇസ്രായേൽ സമൂഹത്തിലെ അക്കാലഘട്ടത്തിലുള്ളതാകുന്ന രാജാക്കന്മാർക്ക് കൊടുക്കുന്നതാകുന്ന ഒരു സ്ഥാനപ്പേരാണ് എന്ത്? ഫിർഔൻ എന്ന പേര്. മനസ്സിലാക്കണം, ഫിർഔൻ എന്ന പേര് ആ കാലഘട്ടത്തിലുള്ളതാകുന്ന ബനൂ ഇസ്രായേൽ ജനതയിലെ രാജാക്കന്മാർക്ക് കൊടുത്തിരുന്ന ഒരു സ്ഥാനപ്പേരാണ് ഫിർഔൻ. ചില ഫിർഔനുകൾ എന്താണ്? പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ചവരുമാണ്, റളിയല്ലാഹു അൻഹു പറയേണ്ട ആളുകളുണ്ട്. മനസ്സിലായോ? പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചത് ഏത് വ്യക്തിയിലേക്കാണ്? റംസീസ് രണ്ടാമനിലേക്കാണ്. അദ്ദേഹമാണ് ലഅനത്തുല്ലാഹി അലൈഹി. അദ്ദേഹത്തെയാണ് എവിടെ മുക്കിക്കൊന്നിട്ടുള്ളത്? ചെങ്കടലിൽ മുക്കിക്കൊന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണം കേട്ടോ, സ്വല്പം ബുദ്ധി കൊടുക്കുന്നവരൊക്കെ തിരിയുള്ളൂ. നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പഠിച്ചു കിട്ടിയാൽ റാഹത്താണ്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. റംസീസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫിർഔനിലേക്കാണ് ആരെ അയച്ചത്? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചത്. അദ്ദേഹത്തിലേക്കും ആ കാലഘട്ടത്തിലെ ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്കും മാത്രം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ, അക്രമിയായ ഫിർഔനിലേക്ക് നീ പോകുക. ഏതാണ് ഫിർഔൻ? റംസീസ് രണ്ടാമൻ എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഫിർഔനിലേക്ക് മാത്രമാണ് നിന്നെ നാം നിയോഗിച്ചത്. അവന്റെ ജനതയിലേക്കും വേറെ എവിടേക്കുമില്ല. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ എടുത്തു നോക്കിയാൽ നേരം വെളുക്കും. അത് തന്നെ പറഞ്ഞിരുന്നാൽ ഓരോന്നോരോന്നോരോന്ന് പറഞ്ഞു പോയാൽ അങ്ങനെ തന്നെ പോകും. ഇപ്പൊ തന്നെ സമയം എത്ര? 10:30. 1.5 മണിക്കൂർ. എത്ര മണിക്ക് തുടങ്ങി? 9 തുടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞ്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കാൻ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഈ ഫിർഔൻ രണ്ടാമൻ, റംസീസ് രണ്ടാമൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയിലേക്കും അദ്ദേഹത്തിന്റെ ജനതയിലേക്കും മാത്രമായിട്ടാണ് ആരെ നിയോഗിച്ചത്? മൂസാ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും. ഇനിയാണ് ഒരു വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം ഞാൻ പറയുന്നത്. നല്ലതുപോലെ ചിന്ത വെക്ക്. ഈ ലോകത്തേക്ക് മുഴുവനുമായിട്ടാണ് അള്ളാഹു നിയോഗിച്ചത് എന്ന്, ദൈവം നിയോഗിച്ചത് എന്ന് വാദിക്കുന്ന ചില ആളുകൾ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഞാനതിനാണ് ഇത് കൊണ്ടുവന്നത് തന്നെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ലോകരിലേക്ക് മുഴുവനും നിയോഗിതനായ വ്യക്തി അല്ല. വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ ഹുവ ഇല്ലാ അൻഅംനാ അലൈഹി വജാവസ്നാ മസലൻ ലിബനി ഇസ്രായീൽ. ബഹുമാനപ്പെട്ടതായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് അനുഗ്രഹങ്ങൾ നാം ചൊരിഞ്ഞതായ വ്യക്തിയാണ്. അള്ളാഹു ഖുർആനിലൂടെ പറയുകയാണ്, ഈസാ നബിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നാം നൽകിയിട്ടുണ്ട്. ഇൻ ഹുവ ഇല്ലാ അൻഅംനാ അലൈഹി, ഒരുപാട് അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് നാം നൽകിയിട്ടുണ്ട്. ഉപ്പയില്ലാതെ ജനിച്ച വ്യക്തിയാണ് സയ്യിദുന ഈസാ അലൈഹിസ്സലാം. ഉറക്കെ പറയുന്ന ഈസാ അലൈഹിസ്സലാം വലിയ മഹാനാണ്. മൗലൂദ് വരുമ്പോൾ മാത്രം, മങ്കൂസ് മൗലൂദ് വരുമ്പോൾ ഉടക്കം പറയും ഈസാ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം. കാരണം എന്താ? ചീരണി വിട്ടുമല്ലോ എന്ന്. ഇപ്പൊ ഒന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ടും ഉണ്ടായിരിക്കണ്ട. ഉറക്കെ ചെല്ലിക്കോളി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക. അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ. തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അല്ലാഹു നിന്ദിച്ചതിനെ നിസാരവൽക്കരിക്കുക. അതാണ് പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനവും അത് തന്നെയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഉറക്കെ ചൊല്ലിക്കോണം സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ നാം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയാൻ, അദ്ദേഹം വീട്ടിനുള്ളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ച സാധനങ്ങൾ വിളിച്ചു പറയും സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. അദ്ദേഹത്തിന് മുന്നിലേക്ക് എത്തിയ പറയും, എടാ നീ വീട്ടിൽ ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന സാധനങ്ങൾ നീ ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ എന്ന് ഈസാ നബി പറയും. മാകുന്തും തദ്ഖിറൂന ഫീ ബിയൂത്തിക്കും. ഖുർആൻ പറയാൻ, നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതാകുന്ന രത്നങ്ങളും പവിഴങ്ങളും മാണിക്യങ്ങളും വൈഡൂര്യങ്ങളും ഉൾപ്പെടെ നിങ്ങൾ ഏതൊക്കെ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ, എവിടേക്ക് ഒളിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം വിളിച്ചു പറയും സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. യുവാക്കൾ ചെറുപ്പക്കാരും ആയിരുന്നു. അല്ലാഹു ഇന്നില്ലായിരുന്നു നന്നായി, ഇല്ലെങ്കിൽ നമ്മുടെ ബ്ലൂ ഫിലിമിന്റെ CD ഒക്കെ അവിടെ ഇരുന്നത് മൊത്തം ഇപ്പൊ പറഞ്ഞാന്.
എവിടേക്ക് ഇരിക്കുന്നതെന്നുള്ളത് എല്ലാം വെളിപ്പെടുത്തും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. വശപ്പെട്ട സ്വഭാവ വൈകല്യങ്ങൾ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മുടെ സാന്നിധ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഷ്ഠരോഗികളാകുന്ന ആളുകളെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തടയിയാൽ മതി, അപ്പോൾ ആ രോഗം ശമനപ്പെടും. പരിശുദ്ധമായ ഖുർആൻ പറയാൻ പാണ്ട് പിടിച്ചവനെയൊക്കെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് തലോടിയാൽ മതി, പരിപൂർണ്ണ ശമനം വരും. അതുകൊണ്ട് തന്നെയാണ് വലിയ വലിയ സൂഫി ഔലിയാക്കളുടെ സവിധത്തിലെത്തിയാൽ അവർ ഇജാസത്ത് കൊടുക്കുന്നത് രോഗശമനത്തിന് വേണ്ടി നിങ്ങൾ 3 യാസീൻ ഓതണം. ഒന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ഏറ്റവും വലിയ പ്രവാചകരാൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. നബി തങ്ങളെ ചികിത്സിച്ചാൽ പിന്നെ വേറൊരാൾ ചികിത്സിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നബിക്ക്, രണ്ടൊന്ന് ഈസാ നബിക്ക്, മൂന്നാമത്തത് ഇബ്രാഹിം അൽ ബാദിഷൽ എർവദി, ഏർവാടിയിലടങ്ങിയിരിക്കുന്ന ഇബ്രാഹിം ബാദിഷിക്ക്. ഇങ്ങനെ 3 യാസീൻ ഡെയിലി വെച്ച് ഓതിയാൽ എല്ലാ അസുഖങ്ങൾക്കും ശമനമാണ്. അള്ളാഹു പരിപൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. മാറാവ്യാധികൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട സഹോദരങ്ങൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഈ യാസീൻ നിത്യമാക്കണം. 3 യാസീൻ. ഒന്ന് മുഹമ്മദ് നബിക്ക് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ഈസാ നബി അലൈഹി സ്വലാമിന് വേണ്ടി, മൂന്നാമത്തത് ഇബ്രാഹിം അൽ ബാദിഷൽ എർവദി, ഏർവാടിയിൽ ഇറങ്ങിയിരിക്കുന്ന ഇബ്രാഹിം ബാദിഷിക്ക് വേണ്ടി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവരുടെയൊക്കെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റ് യാസീനുകളും സൂറത്തുകളും ഖുർആനും ഒന്നും വേണ്ട എന്ന അർത്ഥത്തിലല്ല, അതൊക്കെ ചെയ്തോളിന്. അതോടൊപ്പം തന്നെ ഇതും കൂടി ചെയ്താൽ കൂടുതൽ ഫലമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭയങ്കര സംഭവമാണ്. അങ്ങനത്തെ ഈസാ നബിയെ കുറിച്ച് അള്ളാഹു പറയാൻ അദ്ദേഹത്തെ എവിടേക്ക് മാത്രമാണ് അയച്ചത്? ഇസ്രായേലി സമൂഹത്തിലേക്ക് മാത്രമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. ലോകത്തേക്ക് മുഴുവനുമായിട്ടല്ല, എവിടേക്ക് മാത്രമാണ്? ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് മാത്രമാണ് ഈസാ നബി അയച്ചത്. മത്തായി സുവിശേഷം 15-ാം ഖണ്ഡം 23, 24, 25 വചനം. ഇസ്രായേലിന് പുറത്തുകൂടി നടന്നു പോകവേ കർത്താവാകുന്ന യേശുവിനോട് അടുക്കൽ വന്നുകൊണ്ട് വൃദ്ധയായ ഒരു സഹോദരി ചോദിച്ചു, എന്നെ ഒന്ന് ആശീർവദിച്ചാലും. ശ്രദ്ധ കൊടുക്കാതെ നടന്നു നീങ്ങിയ കർത്താവിന്റെ പിറകെ അലമുറയിട്ടുകൊണ്ട് പെണ്ണുകൂടുകയാണ്. വൃദ്ധയാകുന്ന സഹോദരി, കർത്താവെ, ദാവീദ് പുത്ര, എന്നെ ഒന്ന് ആശീർവദിച്ചാലും. തൊട്ടുപുറകെ വന്നുകൊണ്ട് അഗ്നാട്ടിലെ അപ്പോസ്തലന്മാർ വന്നുകൊണ്ട് പറഞ്ഞു, ദാവീദ് പുത്ര, ഈ വൃദ്ധയാകുന്ന സഹോദരിയുടെ അലമുറയിട്ടുള്ള കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ? എങ്ങനെയെങ്കിലും അവരെ ഒന്ന് ആശീർവദിച്ചാലും സമാധാനിപ്പിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ കർത്താവായ യേശു ഇങ്ങനെ മൊഴിഞ്ഞുവത്രേ, ഇപ്രകാരം പറഞ്ഞു, ഇസ്രായേലിന് പുറത്തുകൂടിയുള്ള പോകവിൽ ഇസ്രായേലി ജനതയിലേക്ക് മാത്രമായിട്ടാണ് എന്നെ ദൈവം നിയോഗിച്ചത്. ഇസ്രായേലിന് പുറത്തുള്ളവർക്ക് സുവിശേഷ പ്രസംഗം നടത്താൻ എന്നെ ദൈവം നിശ്ചയിച്ചിട്ടില്ല. മത്തായി സുവിശേഷം 15-ാം ഖണ്ഡം 23, 24, 25 വചനം. എന്നിട്ട് ഒരു വാക്കുകൂടി അദ്ദേഹം പൂർത്തീകരിച്ചു. എന്ത്? ഇസ്രായേലിന് പുറത്തുള്ള ജനതയ്ക്ക് സുവിശേഷ പ്രസംഗം നടത്തിയാൽ ഇസ്രായേലിലെ ജനതയ്ക്കുള്ളതാകുന്ന അപ്പക്കഷ്ണം നായകൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ എന്ന് അദ്ദേഹം പറഞ്ഞു. മനസ്സിലാക്കാൻ അവരുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ പറയാൻ. അതിന്റെ അർത്ഥം അദ്ദേഹത്തെ എവിടേക്ക് മാത്രമാണ് നിയോഗിച്ചത്? എവിടേക്ക് മാത്രമാണ്? ഇസ്രായേലി സമൂഹത്തിലേക്ക് മാത്രമാണ്. പുറത്തുള്ളവർക്ക് പ്രബോധനം നടത്താൻ എന്നെ നിയോഗിച്ചിട്ടില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്. അത് തന്നെ ഖുർആനും പറഞ്ഞത്. ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതായ വ്യക്തിയാണ്, ചൊരിയപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തെ നാം നിയോഗിച്ചത് ഇസ്രായേലിലേക്ക് മാത്രമാണ്. ഇസ്രായേലിലേക്ക് മാത്രമാണ്. അവിടേക്ക് മാത്രമേ അയച്ചിട്ടുള്ളൂ സയ്യിദുനാ ഈസാ. എന്നാൽ ലോകത്തിന്റെ നെറുകയിലേക്ക് മുഴുവനുമായി കാരുണ്യമായി അയച്ചിട്ടുള്ളത് ഒരാളെയുള്ളൂ, ബൽഹറുൽ തമ്മായ ഹബീബ് മുഹമ്മദ് മുസ്തഫ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഹബീബായ നബി തങ്ങൾ ഒഴികെ ബാക്കിയുള്ള 1,23,999 അംബിയാ മുർസലുകളെയും അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് ഗ്രാമമാണ്, ഗോത്രമാണ്, പട്ടണമാണ്, പ്രവിശ്യയാണ്.
റസൂലാണ് ലോകത്തേക്ക് മുഴുവനുമായിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തേക്ക് മുഴുവനും അള്ളാന്റെ റസൂലിനെ മാത്രം. അതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ബേസിക്കായി നബിയെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ട പാഠം ഇതാണ്. നബി എന്ന് പറയുന്ന വ്യക്തി മുഹമ്മദ് നബി, ആ നബിയുടെ അനുയായികളാണ് ആര് ഒന്ന് കൈവർത്തിക്ക്. എത്ര പേരുണ്ടോ നോക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി തങ്ങൾ പറയാൻ, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോ തസവ്വജൂ അൽവദൂദ് അൽവദൂദ്, കൂടുതൽ പ്രസവിക്കുന്നവളും കൂടുതൽ സ്നേഹമുള്ളവളുമാകുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫൈനി ഉബാഹി ബികും യൗമൽ ഖിയാമ, നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് സർവരും എത്തുമ്പോ ഓരോ പ്രവാചകന്മാരും അതത് സമുദായവുമായി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് വരുമ്പോ എന്നെ സമുദായത്തിൻ്റെതാകുന്ന അളവ് കണ്ടുകൊണ്ട്, എന്റെ സമുദായത്തിന്റെ വ്യാപ്തി കണ്ടുകൊണ്ട് ഞാൻ സന്തോഷിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. തസവ്വജൂ അൽവദ് വൽവലൂദൽ വദൂദ്, ഏറ്റവും കൂടുതൽ പ്രസവിക്കുകയും ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. നാം ഒന്ന് നമുക്കൊന്നുള്ള ഏർപ്പാട് വേണ്ട. മക്കൾ കുറച്ചങ്ങോട്ട് ആയിക്കോട്ടെ, പ്രശ്നമില്ല. എന്താണ് കാരണം? മക്കൾ അധികരിക്കുക അള്ളാഹുവിന് വലിയ സ്നേഹമാണ്. കാരണം എന്താ? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു കുട്ടി കൂടി ഈ ഭൂമിയിൽ ഉണ്ടാകാൻ നീ കാരണമായി. നിനക്കും നിന്റെ ഭാര്യയ്ക്കും അള്ളാഹുവിൻ്റെ ഒരു തിരുനോട്ടം ഉണ്ടാകും. മനസ്സിലായോ? അള്ളാഹു തൗഫീഖ് തരട്ടെ.